ഇന്ത്യ ശ്രീലങ്ക ആദ്യത്തെ T20 ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ശ്രീലങ്ക ഇന്ത്യൻ ടീമിനെ വെള്ളം കുടിപ്പിച്ച് കളഞ്ഞു. അതുപോലത്തെ പ്രകടനമാണ് ശ്രീലങ്ക ഇന്ന് പുറത്തെടുത്തത്. നിശങ്ക ഇന്ത്യൻ ടീമിനെ ശരിക്കും ഉറപ്പിച്ചു. പിന്നീട് ശ്രീലങ്കൻ ടീം ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആദ്യത്തെ പ്രകടനം ശ്രീലങ്കൻ ടീമിനെ അവസാനം വരെ എടുക്കാൻ സാധിച്ചില്ല. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി ജയിച്ച ശേഷം സൂര്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ക്യാപ്റ്റനായ ആദ്യത്തെ സീരീസാണ്. അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കേണ്ടത് എൻ്റെ കടമ കൂടിയാണ്. പുതിയ കോച്ചായ ഗംഭീറിന്റെ കീഴിലാണ് ഞങ്ങൾ ഇന്നത്തെ മാച്ചിൽ അണിനിരുന്നത്. ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ കളി ജയിച്ചു. പക്ഷേ ശ്രീലങ്കൻ ടീം വലിയ രീതിയിലുള്ള പണിയാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നിശങ്ക. അവനിങ്ങനെ കളിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ബൗളേഴ്സ് എത്ര ശ്രമിച്ചിട്ടും ശ്രീലങ്കൻ ടീമിനെ ഔട്ടാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ പുതിയൊരു പ്ലാൻ വഴി ശ്രീലങ്കൻ ടീമിനെ പുറത്താക്കി. അവരെ 170 റൺസിൽ ഓൾ ഔട്ടായി. ആദ്യ T20 ജയിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ ഇന്നത്തെ മാച്ചിൽ അവസരം കിട്ടാത്ത താരങ്ങൾ ഒരുപാടുണ്ട്. അടുത്ത മത്സരത്തിൽ സഞ്ജു സാംസണിന് ഞങ്ങൾ അവസരം കൊടുക്കും. സഞ്ജു മികച്ച ഒരു പ്രതിഭയുള്ള കളിക്കാരനാണ്. ഇന്ത്യൻ ടീമിന് ഇന്ന് കുറച്ചും കൂടി റൺസ് എടുക്കാമായിരുന്നു. അടുത്ത മത്സരത്തിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് സൂര്യകുമാർ വ്യക്തമാക്കി. സഞ്ജുവിനെ ഇന്നത്തെ മാച്ചിലും തഴഞ്ഞിരിക്കുകയാണ്. ശ്രീലങ്കയ്ക്കെതിരെ സഞ്ജു കളിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ പതിവ് പോലെ തന്നെ ഋഷഭ് പന്തിനെ അവർ കളിപ്പിച്ചു. സഞ്ജുവിനെ മനഃപൂർവ്വം ഒഴിവാക്കി. ഇനി ശ്രീലങ്കൻ പരമ്പരയിൽ സഞ്ജുവിന് അവസരം കിട്ടാൻ സാധ്യത കുറവാണ്. ചിലപ്പോൾ ലാസ്റ്റ് മാച്ചിലെങ്കിലും സഞ്ജുവിനെ പേരിന് ചിലപ്പോൾ ഇന്ത്യ ഇറക്കിയേക്കും. അതാണിപ്പോൾ സഞ്ജുവിൻ്റെ അവസ്ഥ. ഇന്ന് ഇന്ത്യ 213 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ബാറ്റിങ്ങിൽ ശ്രീലങ്ക 170 റൺസിൽ ഓൾ ഔട്ടായി. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.